നമസ്തേ. മഹാലക്ഷ്മിയുടെ അനുഗ്രഹ കടാക്ഷങ്ങൾ ഉണ്ടെങ്കിൽ സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. അതേസമയം ലക്ഷ്മി ദേവിക്ക് അപ്രീതിയാണെങ്കിൽ എന്തൊക്കെ ചെയ്താലും സകല ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. ലക്ഷ്മി കടാക്ഷത്തിന് ഭവനങ്ങളിൽ സന്ധ്യാസമയത്തും സന്ധ്യയ്ക്ക് ശേഷവും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സന്ധ്യയ്ക്കോ അതിനുശേഷമോ വീടും പരിസരവും വൃത്തിയാക്കാനോ ചൂലെടുത്ത് തൂത്തുവാരാനോ വീടിനകം തുടയ്ക്കാനോ കഴുകിയിറക്കാനോ ചിലന്തിവല അടിക്കുകയോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. സന്ധ്യയ്ക്ക് മുൻപ് തന്നെ അടിച്ചു തുടച്ച് വെള്ളം തളിച്ച് വീട് ശുദ്ധമാക്കി വെക്കണം. അല്ലാത്ത പക്ഷം നിത്യവും വൃത്തിയാക്കാതെ വീടും പരിസരവും കിടന്നാൽ പലവിധ നിർഭാഗ്യങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. 2. വിളക്ക് കത്തിച്ചു വച്ചിരിക്കുന്ന സമയത്ത് ഒരു വസ്തുവും ആർക്കും ദാനം കൊടുക്കരുത്. ഈ സമയം കൊടുക്കൽ വാങ്ങലുകൾക്ക് വർജ്യമാണ്. സന്ധ്യയ്ക്ക് ശേഷം പാല്, തൈര്, മോര്, നെയ്യ്, ഉപ്പ്, പുളി, പഞ്ചസാര, മറ്റ് മധുര പദാർത്ഥങ്ങൾ തുടങ്ങിയവയും ഗ്രാമ്പൂ, കറുവപ്പട്ട, കുരുമുളക്, ജാതിക്ക തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും ദാനമായോ കടമായോ സൗജന്യമായോ വീടിന് പുറത്ത് ഒരാൾക്കും കൊടുക്കാതിരിക്കുക. ഇത് ധനം സ്വീകരിച്ച് കൊടുക്കുന്നതിൽ തെറ്റില്ല. മഹാലക്ഷ്മി വസിക്കുന്നതും മഹാലക്ഷ്മി പ്രിയവുമായ ഇത്തരം വസ്തുക്കൾ സൗജന്യമായി സന്ധ്യയ്ക്കോ സന്ധ്യയ്ക്ക് ശേഷമോ മറ്റൊരാൾക്ക് നൽകുന്നതിലൂടെ നമ്മളിലുള്ള എല്ലാവിധ സൽഗുണവും ഐശ്വര്യവും ഒഴുകി അവരിലേക്ക് എത്തിച്ചേരാൻ കാരണമാകും. ലക്ഷ്മി ദേവി ഇറങ്ങിപ്പോകുന്നതിലൂടെ ദാരിദ്ര്യ, ദുഃഖം, സാമ്പത്തിക പ്രതിസന്ധി എന്നിവ ഈ പ്രവൃത്തി വരുത്തി വെക്കുകയും ചെയ്യും. ആയതിനാൽ ഇവയൊക്കെയും പകൽ സമയം മാത്രം ചെയ്യുക. 3. സൂര്യാസ്തമയ ശേഷം ചെടികളിൽ നിന്നും പൂവോ ഇലയോ പറിക്കുകയോ ചെടിയോ വൃക്ഷമോ വെട്ടുകയോ അതിനെ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. പ്രത്യേകിച്ചും തുളസി, വേപ്പില വർഗത്തിൽപ്പെടുന്ന കറിവേപ്പില, ആര്യവേപ്പില എന്നിവ സന്ധ്യയ്ക്ക് ശേഷം സ്പർശിക്കാൻ പോലും പാടില്ല. ഈ സമയത്ത് തുളസി ഇല നുള്ളുന്നത് ലക്ഷ്മി കോപം വരുത്തിവെക്കും. 4. പ്രദോഷ സന്ധ്യയ്ക്ക് മുൻപ് തന്നെ കുളിച്ച് ശുദ്ധമായിരിക്കണം. സന്ധ്യ നേരത്തോ അതിനുശേഷമോ കുളിക്കുന്നത് അത്ര ശോഭനമല്ല. എന്നിരുന്നാലും അത്യാവശ്യമെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷം സ്നാനമാകാം. സന്ധ്യയ്ക്ക് ശേഷം മുടി തോർത്തുന്നതും ചീകുന്നതും മുടി അഴിച്ചിടുന്നതും അശുഭമാണ്. സന്ധ്യയ്ക്ക് മുമ്പ് കുളിച്ചാലും മുടിയിലെ ഈറൻ പൂർണ്ണമായും മാറ്റിയില്ലെങ്കിൽ അത് ദോഷമാകും. സ്ത്രീകളുടെ മുടിയിൽ നിന്ന് ഇത്തരത്തിൽ വെള്ളം താഴേക്ക് വീഴുന്നത് ലക്ഷ്മി കോപം വരുത്തിവെക്കും. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് കണ്ണീര് തോരാൻ നേരം കാണില്ലെന്നാണ് പഴമക്കാര് പറയാറ്. 5. അതേപോലെ തന്നെ സന്ധ്യയ്ക്കോ അതിനുശേഷമോ നഖം വെട്ടുവാനോ മുടി മുറിക്കുവാനോ ഷേവ് ചെയ്യുവാനോ ഒന്നും പാടില്ല. ഇവയൊക്കെയും പകൽ സമയം ചെയ്യുന്നതാണ് ഉത്തമം. 6. സന്ധ്യയ്ക്ക് വീടിൻ്റെ കട്ടളപ്പടിയിൽ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യരുത്. വിളക്ക് കത്തിച്ച ശേഷം വാതിലിൽ പുറത്തോട്ട് നോക്കി പുറം തിരിഞ്ഞ് ഇരിക്കുകയും അരുത്. 7. സന്ധ്യയ്ക്ക് ഉറങ്ങരുത്. സന്ധ്യയ്ക്ക് എത്ര വയ്യാത്തവരും ഒന്ന് എഴുന്നേറ്റിരിക്കും. അത്ര പ്രാധാന്യമാണ് പഴമക്കാർ സന്ധ്യയ്ക്ക് നൽകിയിരുന്നത്. ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവർ എത്ര മടിയും ക്ഷീണവും ആയിരുന്നാൽ കൂടി സന്ധ്യാനേരത്ത് കിടക്കുകയോ ഉറങ്ങുകയോ പാടില്ലാത്തതാകുന്നു. 8. സന്ധ്യയ്ക്ക് എല്ലാവിധ വിനോദ പരിപാടികളും വ്യായാമങ്ങളും ഒഴിവാക്കേണ്ടതാകുന്നു. സന്ധ്യാനേരത്ത് രോഗം, ജീർണാവസ്ഥ, ചതി, വഞ്ചന, കൊലപാതകം, ദാരിദ്ര്യം എന്നിവയൊക്കെ ഉൾപ്പെടുന്ന പരിപാടികളും ന്യൂസും സന്ധ്യയ്ക്ക് കാണുന്നത് വീട്ടിൽ നിർഭാഗ്യം കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ എല്ലാ വിനോദ വ്യായാമങ്ങളും സന്ധ്യയ്ക്ക് പൂർണ്ണമായും ഒഴിവാക്കണം. ഇത് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്തും. 9. ഭവനത്തിൽ കഴിവതും എല്ലായ്പ്പോഴും കലഹം, ബഹളം എന്നിവ ഒഴിവാക്കണം. എന്നിരുന്നാലും സന്ധ്യാനേരത്ത് എങ്കിലും ശബ്ദമുയർത്തി സംസാരിക്കുകയോ വഴക്കു പറയുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യാതിരിക്കുക. ഈ സമയത്ത് തികഞ്ഞ ശാന്തതയാകണം ഉണ്ടാവേണ്ടത്. 10. ഭക്ഷണം പാകം ചെയ്യാനും കഴിക്കാനും ഈ സമയം തിരഞ്ഞെടുക്കരുത്. അതേപോലെ സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ അടുക്കള വൃത്തിയാക്കി വെക്കണം. പാത്രങ്ങൾ കഴുകാതെ വെക്കുകയോ കൂട്ടിയിടുകയോ ഒന്നും ചെയ്യരുത്. ത്രിസന്ധ്യാ നേരത്ത് പാത്രം കഴുകിക്കൊണ്ടിരിക്കാനും പാടില്ല. സന്ധ്യയ്ക്ക് മുമ്പ് ഇവയെല്ലാം ചെയ്യണം.
വൃത്തിയുള്ളിടത്ത് ലക്ഷ്മി ദേവി വസിക്കൂ എന്ന് എപ്പോഴും ഓർമ്മയിലുണ്ടാകണം. അതിനാൽ വീടും അതിൽ തന്നെ പ്രധാനമായി അടുക്കളയും സൂക്ഷിക്കണം. അടുക്കള സൂക്ഷിക്കാതെ മഹാലക്ഷ്മി കോപം ഉണ്ടായാൽ പലവിധ ഐശ്വര്യക്കേടും കുടുംബത്തിൽ അസ്ഥിരതയും ദാരിദ്ര്യ ദുഃഖവും ഉണ്ടാകാൻ ഇടയാക്കും. 11. അതേപോലെ സന്ധ്യയ്ക്ക് കിണറിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുകയും അരുത്. മോട്ടർ അടിച്ച് വെള്ളം നിറയ്ക്കാനും ത്രിസന്ധ്യാ നേരം പാടില്ല. 12. സന്ധ്യയ്ക്കോ അതിനുശേഷമോ മുറ്റത്തോ വീടിന്റെ പുറത്തോ അയകെട്ടി തുണി വിരിച്ചിടരുത്. പ്രത്യേകിച്ചും കുട്ടികളുടെ വസ്ത്രങ്ങൾ സന്ധ്യയ്ക്ക് പുറത്തു വിരിച്ചിടുന്നത് പക്ഷിപീഡ പിടിക്കാൻ കാരണമാകും എന്നാണ് പറയാറ്. കുട്ടികളിൽ രോഗങ്ങൾ വർദ്ധിക്കാനും രോഗങ്ങൾ വിട്ടുമാറാതിരിക്കാനും പലവിധ ബാലാരിഷ്ടതകൾ ഉണ്ടാകാനും ഈ ശീലം കാരണമാകും. 13. സന്ധ്യാനേരത്ത് കഴിവതും നെഗറ്റീവായി സംസാരിക്കാതിരിക്കുക. അതില്ല, ഇതില്ല, തീർന്നുപോയി, വയ്യ, നടക്കില്ല തുടങ്ങിയ നെഗറ്റീവ് വാക്കുകൾ സംസാരിക്കാതിരിക്കുക. ഇല്ലായ്മ, ദാരിദ്ര്യം, രോഗാവസ്ഥ തുടങ്ങിയവ വിളക്ക് വച്ച നേരം എങ്കിലും സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സന്ധ്യാനേരത്ത് ഒരു ജീവിയെയും ഉപദ്രവിക്കരുത്. ഉറുമ്പിനെ പോലും. എത്ര ആവശ്യകത ഉണ്ടെങ്കിലും യാതൊരു ഉപദ്രവവും സന്ധ്യാനേരത്ത് അരുത്. സന്ധ്യാസമയത്ത് നിങ്ങൾ ആരും തന്നെ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുകയോ മറ്റുള്ളവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയോ ചെയ്യാതിരിക്കുക. സന്ധ്യയ്ക്ക് അതിഥി സൽക്കാരം പാടില്ലെന്നാണ്. ഇതിനൊക്കെ പകൽ സമയം തിരഞ്ഞെടുക്കണം. സന്ധ്യാസമയത്ത് കുടുംബാംഗങ്ങൾ ഭവനത്തിൽ ഒത്തുചേർന്ന് നാമം ജപിക്കുന്നത് ശ്രേഷ്ഠമാണ്. അങ്ങനെ ഉള്ളിടത്ത് ഒരിക്കലും ഒന്നിനും ഒരു കുറവ് ഉണ്ടാവില്ല. 16. സന്ധ്യയ്ക്കോ അതിനുശേഷമോ തുണി അടിച്ചു നനയ്ക്കരുത്. ഇത് കലഹം, സമാധാനമില്ലായ്മ എന്നിവ വരുത്തിവെക്കും. അത്യാവശ്യമാണെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷം അടിക്കാതെ നനയ്ക്കാം. പക്ഷേ അതും അത്ര ശോഭനമല്ല. കഴിവതും പകൽ തന്നെ ചെയ്യുന്നതാണ് ഐശ്വര്യം. 17. സന്ധ്യയ്ക്ക് ആട്ടുകല്ല്, അമ്മിക്കല്ല്, ഉരൽ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ഇടിക്കുകയോ പൊടിക്കുകയോ ഒന്നും സന്ധ്യയ്ക്ക് പാടില്ലെന്നാണ് പറയാറ്. മിക്സി പോലുള്ള മെഷീനുകൾ സന്ധ്യയ്ക്ക് പ്രവർത്തിപ്പിക്കാതിരിക്കുക. 18. സന്ധ്യയ്ക്ക് നിർബന്ധമായും നിലവിളക്ക് തെളിയിക്കണം. ഇരുട്ടു പരന്നു തുടങ്ങിയാൽ വീടിനു ചുറ്റും ലൈറ്റും ഇടണം. വീട് അന്ധകാരത്തിലിരിക്കുന്നത് അശുഭമാണ്. ഇത് നിഷേധാത്മകതകൾ പടർത്തും. തുടർന്ന് ഭാഗ്യദോഷങ്ങൾ ഉണ്ടാകാനിടയാകും. 19. ത്രിസന്ധ്യയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തോട്ട് യാത്ര പോകരുത്. ഇത് അശുഭമാണ്. 20. ഏറ്റവും പ്രധാനമായി സന്ധ്യയ്ക്ക് പ്രധാന വാതിൽ അടച്ചിടരുത്. ഇത് ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മഹാലക്ഷ്മി പടിയിറങ്ങുന്നതിനും കാരണമാകും. ഇത്തരത്തിൽ സന്ധ്യയ്ക്ക് അതിഥി സൽക്കാരം, ധനധാന്യമോ തൈലമോ, കൊടുക്കൽ വാങ്ങലുകൾ, വൃത്തിയാക്കൽ, പാചകം, വാചകം അങ്ങനെ ഒന്നും പാടില്ല. സന്ധ്യയ്ക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ആചരിക്കേണ്ടതെന്ന് നോക്കാം. ഈശ്വര നാമജപത്തിനായി ത്രിസന്ധ്യ ചിലവഴിക്കണം. കുളിച്ച് ഭസ്മധാരണത്തോടെ നാമം ജപിക്കണം. ത്രിസന്ധ്യാ നേരത്തെ ഭക്തിയോടെയുള്ള നാമജപം കുടുംബത്തിലേക്ക് ഐശ്വര്യം ക്ഷണിച്ചു വരുത്തും. നിത്യേനയുള്ള നാമജപം ഗ്രഹപ്പിഴ ദോഷങ്ങളുടെ കാഠിന്യവും കുറയ്ക്കും. ഗണനാഥനായ ഗണപതി, വിദ്യാദേവതയായ സരസ്വതി, ഗുരു ഇവരെ വന്ദിച്ച ശേഷമേ ഇഷ്ടദൈവങ്ങളുടെ കീർത്തനങ്ങൾ ജപിക്കാവൂ എന്നാണ്. ശിവപഞ്ചാക്ഷരി മന്ത്രം, അഷ്ടാക്ഷര മന്ത്രം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം എന്നിവ നാമജപത്തിൽ നിത്യവും ഉൾപ്പെടുത്തണം. സന്ധ്യയ്ക്ക് ശിവപഞ്ചാക്ഷരി മന്ത്രമാണ് ചൊല്ലേണ്ടത്. ത്രിസന്ധ്യ കഴിഞ്ഞതിന് ശേഷമേ സന്ധ്യാനാമം ജപിക്കാവൂ. കാരണം ശിവൻ താണ്ഡവമാടുന്നത് ഈ സമയത്താണ്. അപ്പോൾ ഭഗവാൻ തന്റെ കാൽപാദത്തിനടിയിൽ ചവിട്ടിപ്പിടിച്ചിരിക്കുന്ന ഭൂത പ്രേത പിശാചുക്കൾ പുറത്തു ചാടും. ആ സമയം ഭൂമിയിൽ മനുഷ്യർ നാമം ജപിച്ചുകൊണ്ടിരിക്കണം. നമശിവായ മന്ത്രം ചൊല്ലുന്നിടത്ത് ഇരിക്കാനും ഉപദ്രവിക്കാനും ഈ ദുർഭൂതങ്ങൾക്ക് കഴിയില്ലെന്നാണ് വിശ്വാസം. രാമനാമ ജപവും ത്രിസന്ധ്യയ്ക്ക് ശേഷം മാത്രമേ പാടുള്ളൂ. രാമനാമം എവിടെ കേട്ടാലും ഹനുമാൻ അവിടെ എത്തിയിരിക്കും. ഹനുമാൻ രാമനാമം ചൊല്ലുന്നത് സന്ധ്യാനേരത്താണ്. ഈ സമയം രാമനാമം ജപിച്ചാൽ അത് ഹനുമാന്റെ ജപത്തിന് വിഘ്നമുണ്ടാക്കും. ഹനുമാന്റെ ജപത്തിന് ഭംഗം വരാതിരിക്കാനാണ് രാമനാമ ജപവും രാമായണ പാരായണവുമൊക്കെ
സന്ധ്യയ്ക്ക് ശേഷം പാടുള്ളൂ എന്ന് പറയുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെയും നിയന്ത്രണവും ശ്രദ്ധയും ഉണ്ടായാൽ ഐശ്വര്യം ആ വീട്ടിൽ എന്നെന്നും നിലനിൽക്കും. ലക്ഷ്മി പ്രീതി ഉണ്ടാകും. ധനധാന്യ സമൃദ്ധി ഉണ്ടാകും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. ഈ ചാനൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.